കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരായി കേരളത്തിലെ 21 മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹി ജന്തർ മന്ദറിൽ ഒരു സമരം നടത്താൻ പോവുകയാണ്. അതിനെക്കുറിച്ച് പെരുമ്പറ അടിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി മന്ത്രിസഭ, മുഖ്യമന്ത്രി ഉൾപ്പെടെ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപഹാസ്യമെന്ന് പറയട്ടെ, 2 ദിവസം മുമ്പ് തീരുമാനം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് മുഖം രക്ഷിച്ച് അത് സമരമല്ല സമ്മേളനമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അപഹാസ്യമായ ഒരു നിലവാര തകർച്ചയാണ് കേരള സർക്കാരിനുണ്ടായിരിക്കുന്നത്. വലിയ സമര പോരാട്ടമുള്ള വീരനായകന്മാരായ ഘടകകക്ഷി നേതാക്കളൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ വെള്ളം ചേർക്കാതെ ആവർത്തിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ തലകുത്തി മറിയുന്ന ഒരു പ്രകടനം ഒരു സഖ്യകക്ഷിയുടെ മന്ത്രിയിൽ നിന്നുണ്ടായത്. ആ മന്ത്രി പറയുകയാണ്, 2ാം കക്ഷിയിലെ ഒരു മന്ത്രി പറയുകയാണ്, ഞങ്ങൾ സമരം ഉപേക്ഷിച്ചിട്ടില്ല, സമ്മേളനം തന്നെ ഒരു സമരമുറയാണെന്ന്. അദ്ദേഹം നടത്തിയ കണ്ടുപിടുത്തം ഒരുപക്ഷെ ലോക റെക്കോർഡിൽ പെടുത്തേണ്ടതാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നു, ഷൂ എറിയുന്നതും കരിങ്കൊടി കാണിക്കുന്നതുമല്ല സമരം, സമ്മേളനവും സമരമാണത്രേ. മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന, വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വിളിച്ചു പറയുന്ന കുറേ മന്ത്രിമാർ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇതിനോടകം തന്നെ ഗിന്നസ് ബുക്കിലൊക്കെ പേര് വന്നവരാണ്. കുന്തം, കൊടച്ചക്രം, രോമാഞ്ചം, മുന്തിരിച്ചാറിൽ നിന്നുണ്ടാക്കുന്ന ഒരു സാധനം, ശുംഭൻ, ഈ തരത്തിലൊക്കെയുള്ള പ്രയോഗങ്ങൾ കൊണ്ട് ഇതിനോടകം തന്നെ ലബ്ധപ്രതിഷ്ഠ നേടിയ നേതാക്കന്മാരുള്ള ഒരു മുന്നണിയാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 1, 2, 3 ഒക്കെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. നികൃഷ്ട ജീവി തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ നടത്തിയത് ചില്ലറ ആളുകളൊന്നുമല്ല. അങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന കുറേ ആളുകൾ പുതിയ വ്യാഖ്യാനവുമായി രംഗത്തിറങ്ങുമ്പോൾ എത്ര അപഹാസ്യമായ രീതിയിലാണ് ഇത് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിൻ്റെ രസകരമായ മറ്റൊരു ഭാഗം, ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ത്യയിലുള്ള മറ്റ് പല നേതാക്കളെയും ഈ സമ്മേളനത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി ഒരു പൊറാട്ട് നാടകം കാട്ടിയിട്ട് നമ്മൾ പറയാറുള്ളതുപോലെ വാലാട്ടുന്ന ഒരു മൃഗം ചന്തയിൽ പോയാൽ ആർക്ക് പ്രയോജനമെന്ന് ചോദിക്കുന്നത് പോലെ പൊതു ഖജനാവിലെ പണം ചെലവഴിച്ച് 21 മന്ത്രിമാർ ഡൽഹിയിൽ വിമാനയാത്ര നടത്തി വരുമ്പോൾ പിന്നെയും ഇടുത്തി പോലെ അതിൻ്റെ ഭാരം വഹിക്കേണ്ടത് നിരാധരായിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള കേരളത്തിലെ സാധാരണ ജനങ്ങളാണ്. ഇവിടെ കാണേണ്ടതായ രാഷ്ട്രീയമായ മറ്റൊരു വശം കൂടെ പറഞ്ഞ് ഇത് പൂർത്തിയാക്കാം സുഹൃത്തുക്കളെ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തെ ഒന്നും ഒരു തരത്തിൽ ആക്ഷേപിക്കാതെ മൃദു സമീപനം സ്വീകരിക്കുകയും ഇപ്പോൾ സമരമല്ല സമ്മേളനമാണ് എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ BJP സർക്കാരിനെ എങ്ങനെയെങ്കിലും വലയിലാക്കി, വരുതിയിലാക്കി ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ചെന്നുപെട്ടിരിക്കുന്ന ചക്രവ്യൂഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം കൂടിയാണ്, അപഹാസ്യമായ ഒരു ശ്രമം കൂടിയാണ്. ഒരു പച്ചയായി പറഞ്ഞാൽ ഒരു CPM BJP അന്തർധാരയാണ് ഇതിനകത്ത് ഇപ്പോൾ സൃഷ്ടിക്കാൻ, ബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റാതെ 37 പ്രാവശ്യം നീട്ടിവെച്ച ലാവ്ലിൻ കേസ്, ലൈഫ് മിഷൻ കേസ്, K-ഫോണിനെ കുറിച്ചുള്ള അഴിമതി, AI ക്യാമറയെക്കുറിച്ചുള്ള അഴിമതി, അതുപോലെ കരുവന്നൂർ ബാങ്കിനെ കുറിച്ചുള്ള അഴിമതി, ഏറ്റവും ഒടുവിൽ കൊച്ചിയിലെ കരിമണൽ വ്യവസായിയുമായിട്ടുള്ള ഇടപാടിലെ അഴിമതിയൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികളായ EDയും CBIയും ഒക്കെ ഗൗരവമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിലൊക്കെ പ്രതിഭാഗത്ത് നിൽക്കുന്ന CPM-ലെ ഉന്നതന്മാരായ നേതാക്കൾ, ബഹുമാന്യ മുഖ്യമന്ത്രി ഉൾപ്പെടെ, അവർക്കിതിൽ നിന്ന് തടി ഊരണമെന്നുണ്ടെങ്കിൽ BJP-യെ സൗഹൃദമായി സമീപിക്കുകയല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ BJP അത് തിരിച്ചറിയും എന്നാണ് വിചാരിക്കേണ്ടത്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഈ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും CPM-ൻ്റെയും ഒക്കെ കണക്ക് കൂട്ടലുകൾ തകിടം മറിയുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ വളരെ ജിജ്ഞാസയോടുകൂടെ പൊതുസമൂഹം അറിയാൻ കാത്തിരിക്കുന്നത്.